നമസ്കാരം. ഇന്നലെ യുവേഫ വുമൻസ് യൂറോ കപ്പിൻ്റെ ഫൈനലിൽ ഇംഗ്ലണ്ടും സ്പെയിനും തമ്മിലുള്ള കളിയിൽ ഇംഗ്ലണ്ടിൻ്റെ പ്ലെയറെ മീഡ് എന്ന് പറഞ്ഞ പ്ലെയർ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ പെനാൽറ്റി അടിച്ചപ്പോൾ ഡബിൾ ടച്ച് വന്നു. ആ ഡബിൾ ടച്ച് വന്നപ്പോൾ ഡബിൾ ടച്ച് അത് ഗോളായി. അപ്പോൾ ആ ഗോളായപ്പോൾ അത് മറ്റെന്താ പറയുക, വീണ്ടും അത് റീടേക്ക് എടുപ്പിച്ചു. കാരണം ഇതേ ഇൻസിഡൻറ്റ് മറ്റേ അൽവാരസിൻ്റെ റയൽ മാഡ്രിഡ് തമ്മിൽ ഡബിൾ ടച്ച് വന്നിട്ട് അത് ഗോളായിട്ട് അത് VAR ചെക്ക് ചെയ്തിട്ട് അത് ഒഴിവാക്കിയിരുന്നു. പക്ഷേ ആ റൂള് ചേഞ്ച് ചെയ്തിട്ട് ഫിഫ എന്ത് കാട്ടി, അത് ഗോളായി കഴിഞ്ഞാൽ അത് ഡബിൾ ടച്ച് വന്ന് അത് ഗോളായി കഴിഞ്ഞാൽ അത് മറ്റേ റീടേക്ക് എടുപ്പിക്കും. അത് കളിയിലാണെങ്കിലും പെനാൽറ്റി ഷൂട്ടൗട്ടിലാണെങ്കിലും റീടേക്ക് എടുപ്പിക്കും. പക്ഷേ ഈ ഡബിൾ ടച്ച് വന്ന് ബോൾ പുറത്ത് പോയി കഴിഞ്ഞാൽ പെനാൽറ്റി ഷൂട്ടൗട്ടിലാണെങ്കിൽ പിന്നെ അത് എടുപ്പിക്കൂല. കാരണം അത് പോയതായിട്ട് കണക്കൂട്ടും, അത് മിസ്സായതായി കണക്കൂട്ടും. പക്ഷേ ഗെയിമിലാണ് ഡബിൾ ടച്ച് വന്നിട്ട് പുറത്ത് പോയത് വെച്ചെങ്കിൽ അത് നമ്മളെ ഓപ്പോസിറ്റ് ടീമിന് അത് ഇൻഡയറക്റ്റ് ഫ്രീ കിക്കായിട്ട് അത് കൊടുക്കും. അതാണ് പുതിയ റൂള്. കാരണം പണ്ട് ആ അൽവാരസിൻ്റെന്ന് ആ ഒരു അബദ്ധം പറ്റിയതിന് ശേഷം അത് ആ റൂള് മൊത്തത്തിൽ ചേഞ്ചായി. അതേ ഇൻസിഡൻറ്റ് ഇന്നലെ സംഭവിച്ചു, സെയിം സിറ്റുവേഷൻ. പക്ഷെ അത് ഗോളായി, അത് വീണ്ടും അടിച്ചപ്പോൾ ആ സാധനം ഗോൾ കീപ്പർ തട്ടും ചെയ്തു. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഗെയിമിൻ്റെ സ്റ്റൈലാണ്. പക്ഷേ ഇതാണ് ന്യൂ റൂള്. അപ്പോൾ ഞാൻ ആ വീഡിയോ ഇതിന് ശേഷം ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക, ഗെയിമിലാണെങ്കിൽ മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് ഫ്രീ കിക്കും, ഡബിൾ ടച്ച് വന്നിട്ട് ഗോളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും എടുപ്പിക്കും. ഇതാണ് പുതിയ റൂള്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.